നമസ്കാരം. ബീഹാറിൽ നിതീഷ് കുമാർ പടിയിറങ്ങിയതിന്റെ ആഘാതം മറികടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും സജീവമാക്കിയിട്ടുണ്ട് INDA എന്ന പ്രതിപക്ഷ മുന്നണി. NDA പിളർത്തുക എന്നത് തന്നെയാണ് INDAക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് വലിയ ഒരു ഓഫർ കഴിഞ്ഞ ദിവസം INDA മുന്നോട്ട് വെച്ചതും ഒരിക്കലും LJP സ്വപ്നം പോലും കാണാത്ത, അവർക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു ഓഫർ തന്നെയാണ് പ്രതിപക്ഷ നിരയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. 8 ലോക്സഭാ സീറ്റുകളാണ് LJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA എന്ന മുന്നണി മുന്നോട്ട് വെക്കുന്ന ഓഫർ. എന്തായാലും ഇതിൽ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് NDTV ആയിരുന്നു. ഇത് പല ചർച്ചകളിലേക്കും വഴി മാറിയിട്ടുമുണ്ട്. എന്തായാലും ഇതിലെല്ലാം ഉപരി INDAക്ക് ആത്മവിശ്വാസം പകരുന്ന മറ്റൊന്നുകൂടി ബീഹാറിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു. മഹാറാലിക്കായി ഗാന്ധി മൈതാനം നിറഞ്ഞു കവിഞ്ഞതിന്റെ ഒരു ആവേശം. ആ ആവേശം പ്രതിപക്ഷ നിരയിലെ പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മുൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവ് നടത്തിയ രാഷ്ട്രീയ യാത്ര ബീഹാറിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും രാഷ്ട്രീയ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കണക്കുകളും സർവേകളും ഒന്നും ബീഹാറിൽ അത്ര വലിയ ഒരു പ്രതീക്ഷയൊന്നും ഈ INDA മുന്നണിക്ക് നൽകുന്നില്ല. പല സർവേകളും ബീഹാറിൽ വലിയ മുന്നേറ്റം BJP നടത്തും, NDA തന്നെയായിരിക്കും അവിടെ തൂത്തുവരാൻ പോവുക എന്നുള്ള റിപ്പോർട്ടുകൾ നൽകി കഴിഞ്ഞു. ഇത് മാത്രമല്ല, 2019 കണക്ക് പരിശോധിച്ചാലും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ആകെ 40 ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ 39 വിജയിച്ച് കയറിയത് NDA തന്നെയായിരുന്നു. കോൺഗ്രസിന് ഒരു സീറ്റെങ്കിലും അവിടെ നേടാൻ സാധിച്ചു. പക്ഷേ RJD അവിടെ 0 ഒതുങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ആഞ്ഞു പിടിച്ച് എല്ലാവരും ഒത്തുനിന്ന് 15 മുതൽ 20 സീറ്റെങ്കിലും ബീഹാറിൽ സ്വന്തമാക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം അവർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ രസകരമായ ഒരു മാറ്റം കൂടി ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിലിലായിരുന്ന ലാലു പ്രസാദ് യാദവ് ഇക്കുറി പുറത്തുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം, അത് പ്രവർത്തകർക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. എന്തായാലും നിതീഷ് കുമാറിനെയും JDUവിനെയും NDA പാളയത്തിൽ എത്തിയതിനു ശേഷം വിശ്രമിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും അവിടെ BJPക്കില്ല. അങ്ങനെ വിശ്രമിക്കുന്ന ഒരു പതിവും ആ പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ ലാലു പ്രസാദ് യാദവ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗോതയിൽ സജീവമാകുന്നതിന് തൊട്ട് മുൻപ് മോദി ഒരിക്കൽ കൂടി ബീഹാറിലെത്തും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.